Welcome, my dear students. We will discuss a problem. Question: expand sin inverse x the whole square in ascending powers of x. നമുക്ക് sin inverse x the whole square എന്ന ഫംഗ്ഷനെ Maclaurin's theorem വെച്ചിട്ട് ഒരു സീരീസിന്റെ ഫോമിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ y is equal to sin inverse x the whole square ചൂസ് ചെയ്യുന്നു. Maclaurin's theorem വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി y ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, തേർഡ് ഡെറിവേറ്റീവ് തുടങ്ങിയ എല്ലാ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സും അറ്റ് 0 കണ്ടുപിടിക്കും. സോ ആദ്യം y ഫസ്റ്റ് ഡെറിവേറ്റീവ് y1 sin inverse x the whole square ഡെറിവേറ്റീവ് 2 into sin inverse x times the derivative of sin inverse x. Sin inverse x ന്റെ ഡെറിവേറ്റീവ് 1 by root 1 minus x square. ഡിനോമിനേറ്ററിലുള്ള 1 by root 1 minus x square ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. സോ ദ എക്സ്പ്രഷൻ ചേഞ്ചസ് ടു root 1 minus x square into y1 is equal to 2 sin inverse x. ഇത് ഞാൻ സ്ക്വയർ ചെയ്യുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ y1നെ y-യുടെ ടേംസിൽ എഴുതാനുള്ള ഒരു ശ്രമമാണ്. സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് cancel ആവുന്നു. So root of 1 minus x square becomes 1 minus x square. y1 ന്റെ square y1 square is equal to right side in 2 square into sin inverse x the whole square. നമുക്ക് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട് sin inverse x the whole square is equal to y എന്ന്. So the expression changes to 1 minus x square into y1 square is equal to 4y എന്ന് ചേഞ്ച് ചെയ്യുന്നു. ഇതാണ്. ഇത് വെച്ച് നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് 0 കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനെ വീണ്ടും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രോഡക്റ്റ് റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ടിന് വേണ്ടി. സോ ദ ഡെറിവേറ്റീവ് ഓഫ് ദ പാർട്ട് 1 minus x square into y1 square becomes 1 minus x square into derivative of y1 square, which is 2y1 into y2 plus y1 square into derivative of 1 minus x square, which is minus 2x, is equal to 4 into derivative of y, which is y1. അപ്പോൾ നമുക്ക് അതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ 1 minus x square into y2 minus xy1 is equal to 2 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുന്നത് 2y1 കൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നത്. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് നമ്മൾ കൊടുക്കുന്നു. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ജനറൽ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നു. അതിനുവേണ്ടി ലെബനീസ് റൂൾ യൂസ് ചെയ്യുന്നു. n ടൈംസ് ഈ എക്സ്പ്രഷനെ ഇക്വേഷൻ നമ്പർ 2വിനെ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് കേസിൽ u is equal to y2 എന്നും v is equal to 1 minus x square എന്നും എടുക്കുന്നു. അടുത്ത കേസിൽ u is equal to y1 എന്നും v is equal to x എന്നും ചൂസ് ചെയ്യും. So by Lebanese rule, u into nth derivative of y2, which is yn plus 2, plus the derivative of 1 minus x square, which is minus 2x, into yn plus 1 times nc1 plus nc2 into yn into the derivative of minus 2x, which is minus 2. ഇതിന് ശേഷം വീണ്ടും ഡെറിവേറ്റീവ് ഓഫ് minus 2 എടുക്കേണ്ടി വരും. അത് 0 ആണ്. സോ ഇതിന് ശേഷമുള്ള ടേംസ് എല്ലാം 0 ആയിട്ട് വരും. സോ ഈ പാർട്ടിന്റെ 1 minus x square into y2ന്റെ n ടൈംസ് ഉള്ള ഡെറിവേറ്റീവ് ആണ് ഇത്. ഇനി അടുത്തതായി xy1ന്റെ n ടൈംസിലുള്ള ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കും. മൈനസ് എക്സ് കോമൺ എടുക്കുന്നു. x into ഡെറിവേറ്റീവ് ഓഫ് y1 n ടൈംസ് ചെയ്യുമ്പോൾ yn plus 1 എന്ന് കിട്ടും. പ്ലസ് nc1 into yn into ഡെറിവേറ്റീവ് ഓഫ് x, which is 1. ഇതിന് ശേഷം വീണ്ടും ഡെറിവേറ്റീവ് ഓഫ് 1 എടുക്കുമ്പോൾ ആ പാർട്ട് 0 ആയിപ്പോകും. which is equal to റൈറ്റ് സൈഡിൽ 2 ഒരു കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0. നമ്മൾ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യുന്നു. 1 minus x square into yn plus 2 minus 2nx into yn plus 1. nc2നെ n into n minus 1 divide by 2. 2ഉം minus 2ഉം ക്യാൻസൽ ആകുമ്പോൾ minus n into n minus 1 into yn minus xyn plus 1
minus n into yn is equal to 0. yn plus 1 ടേംസ് അല്ല ഒരുമിച്ച് കൊണ്ടുവരുന്നു, yn ടേംസ് അല്ല ഒരുമിച്ച് കൊണ്ടുവരുന്നു. സോ 1 minus x square into yn plus 2 minus 2n plus 1 into yn plus 1 into x. ഇവിടുത്തെ 2nx into yn plus 1 ഉം ഇവിടെ x into yn plus 1 ഉം ചേർക്കുമ്പോഴാണ് ആ ടേം കിട്ടുന്നത്. ഇവിടെ ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എൻ സ്ക്വയർ പ്ലസ് എൻ വൈ എന്നും മൈനസ് എൻ വൈ എന്നും കിട്ടുന്നു. എൻ വൈ എൻ ക്യാൻസൽ ആയി പോകുമ്പോൾ മൈനസ് എൻ സ്ക്വയർ വൈ എൻ എന്ന് കിട്ടുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ജനറൽ എക്സ്പ്രഷൻ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ഇത് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ കോഎഫിഷ്യൻസും കണ്ടുപിടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി x is equal to 0 എന്ന എക്സ്പ്രഷന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു. സോ ഇക്വേഷൻ നമ്പർ 3 becomes 1 minus 0 square into yn plus 2 of 0 minus 2n plus 1 into yn plus 1 of 0 into 0 minus n square into yn of 0. സെക്കൻഡ് ടേം കംപ്ലീറ്റ്ലി 0 ആയി പോകും. ബാക്കിയുള്ളത് 1 minus 0 square into yn plus 2 of 0 minus n square റൈറ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ n square yn of 0. So yn plus 2 of 0 is equal to n square into yn of 0. ഇനി നമ്മൾ y of 0, y1 of 0 തുടങ്ങിയ വാല്യൂസ് കണ്ടുപിടിക്കുകയാണ്. yയുടെ വാല്യൂ sin inverse x the whole square ആണ്. സോ y of 0 becomes sin inverse x 0 the whole square. sin inverse 0 0 ആണ്. സോ the answer becomes 0. അതുപോലെ y1 of 0 നമ്മൾ ഓൾറെഡി ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് y1ന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. y1 1 minus x square into y1 square is equal to 4y അല്ലെങ്കിൽ റൂട്ട് ഓഫ് 1 minus x square into y1 is equal to 2 sin inverse x എന്നുള്ള എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മൾ y1ന്റെ വാല്യൂ ആ എക്സ്പ്രഷന്റെ അകത്ത് x is equal to 0 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ റൂട്ട് ഓഫ് 1 minus 0 square into y1 0 is equal to 2 sin inverse 0. sin inverse 0 0 ആണ്. സോ RHS 0 ആയി പോകും. സോ വിച്ച് മീൻസ് y1 of 0യും 0 ആയി. അടുത്തത് y2 of 0 കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ നമ്പർ 2ന്റെ അകത്ത് x is equal to 0 എന്ന് കൊടുക്കുക. സോ 1 minus 0 square into y2 of 0 minus 0 into y1 of 0 is equal to 2. അങ്ങനെ ചെയ്യുമ്പോൾ y2 of 0 is equal to 2 എന്ന്. അടുത്തത് y3 of 0 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് yn plus 2 of 0 is equal to n square yn of 0. n is equal to 1 എന്ന് കൊടുക്കുമ്പോൾ y3 of 0 is equal to 1 square into y1 of 0. y1 of 0 ഓൾറെഡി 0 ആണെന്ന് അറിയാം, അതുകൊണ്ട് y3 of 0യും 0 ആയി. ഈ എക്സ്പ്രഷന്റെ അകത്ത് n is equal to 2 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ y4 of 0 is equal to 2 square into y2 of 0 എന്ന് കിട്ടും. y2 of 0 2 ആണ്. സോ 2 square into 2 which is 2 cube എന്ന് കിട്ടും. അടുത്തത് y5 of 0 ഈ എക്സ്പ്രഷന്റെ അകത്ത് n is equal to 3 എന്ന് കൊടുക്കുമ്പോൾ y5 of 0 is equal to 3 square into y3 of 0. ഓൾറെഡി y3 of 0 0 ആയതുകൊണ്ട് y5 of 0യും 0 കിട്ടും. y6 of 0 ഈ എക്സ്പ്രഷന്റെ അകത്ത് n is equal to 4 എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മതി. y4 of 0 is y6 of 0 is equal to 4 square into y4 of 0 എന്ന് കിട്ടും. y4 of 0 2 cube ആണ്. സോ 4 square into 2 cube എന്ന് കിട്ടും, which is 2 raised to 7. നമുക്ക് സീരീസിന്റെ എക്സ്പാൻഷൻ എഴുതുക. സീരീസ് Maclaurin theorem വെച്ച് സീരീസിന്റെ എക്സ്പാൻഷൻ y of x is equal to y of 0 plus y1 of 0 into x divided by 1 factorial plus y2 of 0 into x square divided by 2 factorial plus etc. എന്നുള്ളതാണ്. y of 0 നമുക്കറിയാം 0 ആണ്, y1 of 0 0 ആണ്, y2 of 0 2 ആണ്, y3 of 0 0 ആണ്, y4 of 0 2 cube ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ y of x is equal to sin inverse x the whole square is equal to 0 plus 2 into x square divided by 2 factorial. ഇവിടെ y1 of 0ക്ക് 2 എന്ന് കൊടുക്കുമ്പോൾ പ്ലസ് ഇവിടെ y2 of 0ക്ക് 2 എന്ന് കൊടുക്കുമ്പോൾ അടുത്തത് y3 of 0 0 ആയതുകൊണ്ട് ആ ടേം ക്യാൻസൽ ആയി പോകുന്നു. അടുത്ത ടേം 2 cube into x raised to 4 divided by 4 factorial plus etc. അതിനെ 2x square divided by 2 factorial plus 2 cube x raised to 4 divided by 4 factorial plus etc. എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെയാണ് കണക്ക്. Okay, thank you.